മോനെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവ പിരിവ് വന്നാക്കുന്നു 2000 രൂപ വെച്ച് കൊടുക്കണമെന്ന് ഒരേ വീട്. അയ്യോ എത്ര ഉണ്ടാവില്ലല്ലോ. ഇന്നലെ പാലുകാരന് കൊടുത്തില്ലേ? ഞാൻ ഒന്ന് നോക്കട്ടെ എത്രയുണ്ടെന്ന്. ഉള്ളത് ഞാൻ അപ്പുറത്തോട്ട് വരാം. തമ്പുരാട്ടി ഉണ്ടാവും, തരാൻ കഴിയില്ലാഞ്ഞിട്ടാണ്. ഇപ്പൊ കൊണ്ടൊന്ന് പൂട്ടിയൊക്കെ അല്ലേ. ആ നീ ഇവിടെ കിടന്നിട്ടാണ് അമ്മ എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചേ. ദേ പിരിവുകാര് വന്നിട്ടുണ്ട്. 2000 രൂപ കൊടുക്കാനാ പറയണേ. എന്റെ കയ്യിൽ ആകെ 1000 രൂപ ഉള്ളൂ കേട്ടാ. നീ ഇവിടെ കിടപ്പുണ്ടാ? എടാ, നീ എൻ്റെ കയ്യിൽ പൈസ തന്നിരുന്നപ്പോഴേ ഞാൻ എല്ലാ കാര്യങ്ങളും ഈ കുടുംബത്തെ നടത്തിയിരുന്നാണ്. ഇപ്പൊ വല്ലതും നടക്കണണ്ട. ആൾക്കാർ വരുമ്പോ ഞാൻ നാണം കേടയല്ലേ. ഉത്സവത്തിന്റെ ബാക്കി പൈസ അല്ലേ, അത് ഞാൻ കൊടുത്തോളാം. എന്റെ കയ്യിൽ നിന്ന് ചെലവായി പോകും. അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യം ചെയ്യണില്ലേ? ഞാൻ ഇനി എല്ലാത്തിനും അവക്കിടത്ത് ഇറക്കണ്ടേ? സുജോനെ ഒരു 200 രൂപ ഉണ്ടെങ്കിൽ തരൂ. എന്തിനാണ് 200 രൂപ? അമ്മ 700 രൂപ ചോദിച്ചു. എന്റെ അടുത്ത് ആകെ 500 രൂപയുള്ളൂ. എടി, അമ്മയുടെ കയ്യിൽ കാശുണ്ട്. നീ എന്തിനാണ് വെറുതെ വേണ്ടാത്ത പരിപാടി കിടക്കണേ? ഇല്ലാന്നാണ് പറഞ്ഞത്. ചെല്ലിപ്പോ. അയ്യോ സുജോന, അത് ശരിയാവൂല. എടി, ഞാൻ പറഞ്ഞ കേക്കടി. നീ നമ്മ അടുത്ത് പറയില്ല എന്ന് പറ. നിന്റെ അടുത്ത് അത് ശരിയാവൂല സുജോനെ. എന്റെ പൊന്നൈശ്വരി, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ ഏറ്റുവാങ്ങണേ? നമ്മുടെ കയ്യിലേ അത്യാവശ്യത്തിന് പൈസയുണ്ട്. പെൻഷൻ കാശ് കൊണ്ട് അല്ലാണ്ടിരിക്കണ കുറെ പൈസകളുണ്ട്. പിന്നെ നിന്റെ അടുത്ത് വന്ന് ഈ ഇടക്കിടക്ക് ഈ പൈസ ചോദിക്കണതേ നിന്റെ കയ്യിൽ കൊട്ടക്ക് കാശുണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുമാതിരി കുറെ മരുമക്കളുണ്ട്. വന്ന് കയറുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒക്കെ കൊണ്ടുപോയി കൊടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ട് കുറെ കിടന്ന് കാട്ടായം കാണിക്കും. അവസാനം നിങ്ങൾക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. എന്ത് കാര്യത്തിനാണ്? ഇപ്പളേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയം ഉണ്ടാവില്ല. അതിന്റെ പേരിൽ മോള് പോയിട്ടില്ല എന്ന് പറ. ശല്യം.